ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു PNC മാക്കും AMCS FNCKയുടെ ഒക്കെ അഡ്മിഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് പ്രകാരമാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് PNC മാക്കിനെ പറ്റിയിട്ടാണ്. LBS അപ്ലൈ ചെയ്ത് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടാവും എങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. സിമിലർ കൈൻഡ് ഓഫ് പ്രോസസ്സ് തന്നെയാണ് PNC മാക്കിനും AMCS FNCKയ്ക്കും വരുന്നത്. സോ അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു ഓവറോൾ ഐഡിയ ആണ് എന്താണ് PNC മാക്ക്, അതോടെ അതിന്റെ സെലക്ഷൻ പ്രോസസ്സ് ഒക്കെ എങ്ങനെ അപ്ലൈ ചെയ്യാം, പിന്നെ അതിന്റെ മാർക്ക് കാര്യങ്ങളൊക്കെ, എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ എങ്ങനെയാണ്, പിന്നെ അലോട്ട്മെന്റും കാര്യങ്ങളും, പിന്നെ എത്ര കോളേജസ് ഉണ്ട്, എത്ര സീറ്റ്സ് ഉണ്ട്, അങ്ങനെ ഒരു ഓവറോൾ ഐഡിയ PNC മാക്കിനെ പറ്റിയിട്ട് തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുക. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിരിക്കും ഓരോ ദിവസം നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ PNC മാക്ക് എന്ന് പറയുമ്പോൾ നഴ്സിംഗ് റിലേറ്റഡ് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൈവറ്റ് അസോസിയേഷൻ നടത്തുന്ന ഒരു അലോട്ട്മെന്റ് പ്രോസസ്സാണ് PNC മാക്ക് എന്ന് പറയുന്നത്. അതിൽ തന്നെ BS നഴ്സിംഗ്, MS നഴ്സിംഗ്, പോസ്റ്റ് ബേസിക് BS നഴ്സിംഗ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് BS നഴ്സിംഗിന്റെ അലോട്ട്മെന്റും അല്ലെങ്കിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ PNC മാക്ക് എന്ന് പറയുമ്പോൾ എല്ലാ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ മാനേജ്മെന്റ് സീറ്റ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ് ആണ് PNC മാക്ക് എന്ന് പറയുന്നത്. PNC മാക്ക് എന്ന് പറയുന്നത് പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ ഓഫ് കേരള എന്നാണ്. അപ്പോൾ അവർ നടത്തുന്ന ഒരു സെപ്പറേറ്റ് അലോട്ട്മെന്റ് ആണ് PNC മാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എല്ലാവരും നോട്ടിഫിക്കേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ജൂലൈ 20 സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അത് എൻഡ് ആവുന്നത് നെക്സ്റ്റ് മന്ത്, അതായത് ഓഗസ്റ്റ് 20 അത് എൻഡ് ആവുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷനാണ് കണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ കണ്ട മറ്റൊരു കാര്യമാണ് പ്രോസ്പെക്ടസ്. ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് പ്രോസ്പെക്ടസിൽ അവരെല്ലാം തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ആപ്ലിക്കേഷൻ ഫീസ് എത്രയാണ്. ആപ്ലിക്കേഷൻ ഫീസിനെ പറ്റി പറയാനാണെങ്കിൽ 1200 ആണ് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. പിന്നെ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ഹൗ ടു അപ്ലൈ ഒക്കെ നമുക്ക് നോക്കാം. എലിജിബിലിറ്റി ക്രൈറ്റീരിയനെ പറ്റി പറയാനാണെങ്കിൽ പ്രധാനമായിട്ട് 2 എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് വരുന്നത്. ഒന്ന് ഏജ് ആണ്. ഏജ് എന്ന് പറയുന്നത് 17 ഇയേഴ്സ് എങ്കിലും ഉണ്ടായിരിക്കണം ഏജിന്റെ കാര്യത്തിൽ. മാത്രമല്ല ഏജ് തെളിയിക്കുന്ന SSLC സർട്ടിഫിക്കറ്റ്, ഇനി അതും അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് കൃത്യമായിട്ട് ഏജ് മെൻഷൻ ചെയ്തിരിക്കണം, ഡേറ്റ് ഓഫ് ബർത്ത് മെൻഷൻ ചെയ്തിരിക്കണം. അതൊക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ രണ്ടാമത്തെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരുന്നത് മാർക്കാണ്. +2ന്റെ മാർക്കാണ്. അത് ഹയർ സെക്കൻഡറി ബോർഡ് ആവാം, ഇനി അതല്ലെങ്കിൽ മറ്റു ബോർഡുകൾ, അതിന് ഇക്വലന്റ് ആയിട്ടുള്ള മറ്റു ബോർഡുകളിൽ നിന്നും എല്ലാം അക്സെപ്റ്റഡ് ആണ്. ICC, CBSE, ഇനി അതുമല്ല കേരളത്തിന് പുറത്താണെങ്കിൽ ഇതിന് ഇക്വലന്റ് ആയിട്ടുള്ള ബോർഡ് ആണെങ്കിൽ നമ്മൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. മാർക്കിന്റെ കാര്യം പറയാനാണെങ്കിൽ 50% മാർക്ക് ഇൻ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് ഇംഗ്ലീഷ്. സോ ഇവിടെ ഇംഗ്ലീഷിന്റെ മാർക്കും കൂടെ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് 4 സബ്ജക്റ്റ് ആണ് പ്രധാനമായിട്ട് വേണ്ടുന്നത്: ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് ഇംഗ്ലീഷ്. സോ ഇതൊക്കെയാണ് ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഹൗ ടു അപ്ലൈ നോക്കാം, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന്. കമ്പാരിറ്റീവ്ലി ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ് എന്ന് പറയുന്നത് കുറച്ച് സിമ്പിൾ ആണ്. പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു കാൻഡിഡേറ്റ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്തെടുക്കുക, അതായത് ഒരു ലോഗിനും പാസ്വേഡും ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതിലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ലോഗിൻ ഡീറ്റെയിൽസ് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും നോട്ട് ഡൗൺ ചെയ്ത് വെക്കണം, മറന്നുപോകാൻ പാടില്ല. സോ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഫീസ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓൾറെഡി ഞാൻ ഫസ്റ്റ് പറഞ്ഞിരുന്നു വീഡിയോയുടെ തുടക്കത്തിൽ. ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് 1200 rupees ആണ്. സോ ആ ഒരു എമൗണ്ട്, ഇവിടെ കാറ്റഗറിയോ റിസർവേഷനോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ എല്ലാ കാൻഡിഡേറ്റ്സിനും 1200 തന്നെ ആയിരിക്കും. അപ്പോൾ ആ ഒരു എമൗണ്ട് നിങ്ങൾ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ പോകുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും ഓൺലൈൻ ആപ്ലിക്കേഷനും ഫില്ല് ചെയ്യേണ്ട ഒരു ഫോമും ഉണ്ടാവും. അപ്പോൾ എല്ലാ സ്റ്റെപ്പും കഴിയുമ്പോഴും നിങ്ങൾ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്ത് വേണം നിങ്ങൾ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരുപാട് കോളേജസ് ഒന്നും വെക്കാനായിട്ട് സാധിക്കുകയില്ല. നിങ്ങൾക്ക് 10 ഓപ്ഷൻസ് മാത്രമേ കോളേജുകളുടെ ലിസ്റ്റിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട്, നിങ്ങളുടെ കൺവീനിയന്റ് ആയിട്ട്, നിങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള 10 കോളേജുകൾ നിങ്ങൾ ഓപ്ഷൻ വൈസ് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു അലോട്ട്മെന്റ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു മാനേജ്മെന്റ് സീറ്റ്സ് ഫില്ല് ചെയ്യുന്ന ഒരു അസോസിയേഷൻ ആണ് ഈ ഒരു PNC മാക്ക്
മാക് എന്ന് പറയുന്നത്. അപ്പോൾ 50% സീറ്റ് ആയിരിക്കും ഫില്ല് ചെയ്യുന്നത്. അതിൽ തന്നെ 35% ഈ ഒരു അലോട്ട്മെന്റ് വഴിയും ബാക്കിയുള്ള 15% NRI സീറ്റ്സും ആയിരിക്കും. അപ്പോൾ അതിന്റെ ബേസിലായിരിക്കും അലോട്ട്മെന്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇനി അലോട്ട്മെന്റിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷന്റെ ഒരു ടൈമാണ്. അപ്പോൾ അത് വൺസ് അത് കംപ്ലീറ്റ് ആയതിനു ശേഷം വരുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഡേറ്റ വെരിഫൈഡ് ഡേറ്റ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം കറക്ഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്ഷൻ ചെയ്യാനായിട്ടൊരു അവസരം തരുന്നതായിരിക്കും. അതിനുശേഷം വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതുപോലെ തന്നെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. പിന്നെ ട്രയൽ അലോട്ട്മെന്റ് ആയിരിക്കും. ട്രയൽ അലോട്ട്മെന്റിന് ശേഷം ഫസ്റ്റ് അലോട്ട്മെന്റ് വരും. ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾ ആ ഒരു ഓപ്ഷനായിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ റെമിറ്റൻസ് ഫീസ് പേ ചെയ്തതിന് ശേഷം കോളേജിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനുശേഷം അവർ എത്ര കാൻഡിഡേറ്റ്സ് ജോയിൻ ചെയ്തു, എത്ര കാൻഡിഡേറ്റ്സും ജോയിൻ ചെയ്തിട്ടില്ല എന്നുള്ളൊരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷമായിരിക്കും സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്നത്. അഗെയിൻ സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം ഫീസ് റെമിറ്റൻസ് ഫീ നിങ്ങൾ പേ ചെയ്ത് കോളേജിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആ ഒരു ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം. ഇനി അതും അല്ലെങ്കിൽ അതിനുശേഷം അവർ ജോയിൻ ചെയ്ത കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റ് വീണ്ടും പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നോൺ ജോയിനിങ് കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റും പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എല്ലാ സ്റ്റെപ്പിലും ഫസ്റ്റ് അലോട്ട്മെന്റ് ആണെങ്കിലും സെക്കൻഡ് അലോട്ട്മെന്റ് ആണെങ്കിലും അലോട്ട്മെന്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനായിട്ട് അവസരം ലഭിക്കുന്നതായിരിക്കും. സോ ഇങ്ങനെ തന്നെ ആയിരിക്കും തേർഡ് അലോട്ട്മെന്റും. പിന്നെ അതിനുശേഷം സ്പോട്ട് അലോട്ട്മെന്റ്, ഏതെങ്കിലും സീറ്റ് ഫില്ല് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സ്പോട്ട് അലോട്ട്മെന്റ് നടക്കുന്നതായിരിക്കും. സോ ഇതായിരിക്കും ഇതിന്റെ ഒരു ഓവറോൾ അലോട്ട്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത PNC മാക്കിന്റെ അണ്ടറിൽ എത്ര കോളേജസ് ആണ് വരുന്നത് നോക്കാം. 47 സെൽഫ് ഫിനാൻസിങ് പ്രൈവറ്റ് കോളേജസ് ആണ് ഈ ഒരു PNC മാക്കിന്റെ അണ്ടറിൽ വരുന്നത്. അപ്പൊ ഈ ഓരോ കോളേജിലും ഡിഫറെന്റ് സീറ്റ്സ് ആയിരിക്കും. ഇപ്പോൾ ഒരു കോളേജിൽ 30 ആണെങ്കിൽ അടുത്ത കോളേജിൽ 45 ആയിരിക്കും, അല്ലെങ്കിൽ 50 ആയിരിക്കും. അങ്ങനെ ഡിപ്പെൻഡ്സ് ഓൺ ഓരോ കോളേജും ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് എത്ര സീറ്റുകൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോസ്പെക്ടസ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഒന്ന് കയറി ചെക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഓരോ കോളേജിലും എത്ര സീറ്റ്സ് ആണ് ഉള്ളതെന്ന്. അപ്പൊ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ ഓൾറെഡി ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ LBSൽ ഉണ്ടായിരുന്ന പോലെ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക സ്റ്റെപ്പ് ഉണ്ടാവില്ല. നിങ്ങൾ ഈ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ 10 കോളേജസ് സെലക്ട് ചെയ്യണം. അപ്പൊ ഈ ഔട്ട് ഓഫ് 47 കോളേജിൽ നിന്നാണ് നിങ്ങൾ 10 ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു 10 ഓപ്ഷൻസ് നിങ്ങൾ സെലക്ട് ചെയ്ത് ഫസ്റ്റ് ആ ഒരു ആപ്ലിക്കേഷന്റെ ടൈമിൽ തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ എല്ലാവരും പ്രോസ്പെക്ടസ് ചെക്ക് ചെയ്ത് നോക്കുക. പ്രോസ്പെക്ടസിലെ ആ 47 കോളേജിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും നല്ല മികച്ച 10 കോളേജുകൾ സെലക്ട് ചെയ്ത് ഇപ്പൊ തന്നെ വെക്കുക. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു ലിസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് PNC മാക്കിന്റെ 2025-26 അഡ്മിഷൻ പ്രോസ്പെക്ടസിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ എന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് ഇതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ആ ഒരു പ്രോസ്പെക്ടസ് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെയാണ് അതിലും കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾ എല്ലാവരും ഒന്ന് വായിച്ചൊന്ന് ഐഡിയ ഒക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുക. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് PNC മാക്കിന്റെ അഡ്മിഷൻ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാനുള്ളത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആരും തന്നെ ഡേറ്റ് മറക്കണ്ട. August 20th വരെയാണ് നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ലഭിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഡേറ്റിനുള്ളിൽ തന്നെ എല്ലാവരും നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി, ഞാനതിന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണ് എന്ന് കരുതിയിരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്തിടുക. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.